നമസ്കാരം. രാഹുൽ ഗാന്ധി US പോയി എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ചു പോകുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇന്ത്യയിൽ സിഖുകാർക്ക് തലയെക്കെട്ട് കെട്ടി നടക്കുവാൻ സ്വാതന്ത്ര്യമില്ല. ഇതൊക്കെയാണ് ഇയാൾ അവിടെ പോയി വിളിച്ചു പോകുന്നത്. സ്വന്തം രാജ്യത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ ഇത്രമാത്രം ഇകഴ്ത്തുന്ന, ഇത്രമാത്രം അവജ്ഞയോടെ കാണുന്ന, അതിൽ സന്തോഷം കാണുന്ന മറ്റൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെയല്ല അമേരിക്കയിലെ പത്രങ്ങൾ ഇയാളെക്കുറിച്ച് എഴുതുന്നത് ഇയാൾ പാകിസ്ഥാനിയാണോ അതോ ഇന്ത്യയിൽ നിന്ന് വന്നതാണോ എന്ന്. ഇന്ത്യയിൽ ജനാധിപത്യമില്ല പോലും. നമ്മുടെ ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടിയത് അടിയന്തരാവസ്ഥക്കാലത്ത് ഇയാളുടെ അമ്മൂമ്മയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാറി അവരുടെ വീട്ടിൽ നിന്നും ഈ രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് ഇയാളുടെ അമ്മൂമ്മയാണ്. പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തി അവരുടെ ഇളയ മകൻ ഈ രാജ്യത്തിനെ നിയന്ത്രിച്ചിരുന്നത് ഇയാളുടെ അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മാറ്റി എഴുതിയത് ഇയാളുടെ അമ്മൂമ്മയാണ്. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കോൺഗ്രസ് പാർട്ടി മറന്നത് ഇയാളുടെ അമ്മൂമ്മയുടെ ഭരണകാലത്താണ്. എന്നിട്ട് ഇയാൾ ബാക്കിയുള്ളവരെ ജനാധിപത്യം പഠിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നു. പുച്ഛം തോന്നുന്നു മിസ്റ്റർ, താങ്കളുടെ അറിവില്ലായ്മ കണ്ടിട്ട്. എല്ലാ ജനാധിപത്യ രീതികളെയും തകിടം മറിച്ച് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇയാളുടെ മുതുമുത്തച്ഛൻ. 80% പ്രവശികളും പട്ടേൽ പ്രധാനമന്ത്രിയാകുവാൻ വേണ്ടി വോട്ട് ചെയ്തപ്പോൾ നെഹ്റുവിന് കിട്ടിയ വോട്ട് 0. പക്ഷേ നെഹ്റു മഹാത്മാഗാന്ധിയെ മാൻഹാൻഡിൽ ചെയ്ത് പ്രധാനമന്ത്രിയായി. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജനാധിപത്യ പാരമ്പര്യം, ഇയാളുടെ ജനാധിപത്യ പാരമ്പര്യം. ഇവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഒന്നുമില്ല. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അയാളിപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. എന്നിട്ട് അയാൾ തന്നെ രാജ്യത്തിന് പുറത്തുപോയി രാജ്യത്തിനെതിരെ നിന്ദ്യവും അപലപനീയമായ രീതിയിൽ സംസാരിക്കുന്നു. മിസ്റ്റർ രാഹുൽ ഗാന്ധി, താങ്കളെ ഓർത്ത് ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നു. ADGP RSS നേതാവിനെ കണ്ടത് VD സതീശന് ചൊറിച്ചിലുണ്ടാക്കുന്നു. RSS എന്ത് വിധ്വംസക പ്രവർത്തനമാണ് രാജ്യത്തിനെതിരെ നടത്തുന്നത്? കളനോട്ടടിക്കുന്നുണ്ടോ? സതീശൻ്റെ നേതാവ് US ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ട് വട്ടമേശ സമ്മേളനം നടത്തുകയാണ്. അത് സതീശന് യാതൊരു പ്രശ്നവുമില്ല. രാഹുൽ ഗാന്ധിയെപ്പോലെ ഇത്രമാത്രം രാജ്യത്തിനെതിരെ വിഷം തുപ്പുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല. പൂർണ്ണമായിട്ടും ഭാരതീയരായ, അതായത് അച്ഛനും അമ്മയും ഭാരതീയരായ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിലില്ലേ? അവർക്ക് ഇയാൾ പറയുന്നത് കേട്ടിട്ട് അവജ്ഞ തോന്നുന്നില്ലേ? പാർലമെൻറ്റിനുള്ള ഇയാളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇയാൾ ചിരിക്കാറില്ലല്ലോ. സകല സമയം മുഖത്തൊരു ദേഷ്യമോ അവജ്ഞയാണ്. നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായത് ഇയാൾക്ക് സഹിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ചുമക്കുന്ന വെഴുപ്പാണ് ഇയാളും ഈ നെഹ്റു ഫാമിലിയും. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.